ഇതിൻ്റെ പ്രസൻറ്റ് ടെൻസ് രൂപം ഈസ്, ആർ, ആം എന്നതിനെപ്പറ്റി നമ്മൾ കഴിഞ്ഞ 4 പാർട്ടുകളിലായിട്ട് വളരെ വിശദമായി തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് വാസ്, വേർ സർവനാമങ്ങളുടെയും നാമങ്ങളുടെയും കൂടെ എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെ പറ്റിയാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. നമുക്കറിയാം, ഇവ സർവനാമങ്ങളുടെയും നാമങ്ങളുടെയും കൂടെയാണ് ഉപയോഗിക്കുന്നത്. ഇത് ഓക്സിലറി വെർബ് എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നവയാണ്. ക്രിയകളെ സഹായിക്കുന്ന, വെർബുകളെ സഹായിക്കുന്ന വാക്കുകളെയാണ് ഓക്സിലറി വെർബ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വാസ്, വേർ ഇവ ഏതേത് സർവനാമങ്ങളുടെ കൂടെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ശ്രദ്ധിക്കൂ, ഐയുടെ കൂടെ വാസ്, അതിൻ്റെ പ്ലൂറലായ വിയുടെ കൂടെ വെയർ, എല്ലാ പ്ലൂറലുകളുടെയും കൂടെ, എല്ലാ ബഹുവചനങ്ങളുടെയും കൂടെ വെയറാണ് ഉപയോഗിക്കുന്നത്, ആയിരുന്നു എന്ന അർത്ഥത്തിൽ. എന്നാൽ ഐ, ഹി, ഷീ, ഇറ്റ് ഈ സർവനാമങ്ങളുടെ കൂടെ സാധാരണഗതിയിൽ വാസാണ് പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്നത്. അപ്പം ഐ വാസ്, വി വെയർ. ഐ വാസ് എന്ന് വെച്ചാൽ ഞാൻ ആയിരുന്നു, വി വെയർ ഞങ്ങളായിരുന്നു, യു വെയർ നീ അല്ലെങ്കിൽ നിങ്ങളായിരുന്നു, ഹി വാസ് അവൻ അല്ലെങ്കിൽ അയാൾ അല്ലെങ്കിൽ അദ്ദേഹം ആയിരുന്നു, ഷീ വാസ് അവൾ ആയിരുന്നു, ഇറ്റ് വാസ് അതായിരുന്നു, ഹി, ഷീ, ഇറ്റ് ഇത് മൂന്നിനും കൂടി ഒരൊറ്റ പ്ലൂറലാണുള്ളത്, അത് ദെയ്യാണ്. അതിൻ്റെ കൂടെ വെയർ എന്ന വാക്കാണ് ആയിരുന്നു എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ സിംഗുലർ നാമത്തിൻ്റെ കൂടെ വാസും ബഹുവചന നാമങ്ങളുടെ കൂടെ വെയറുമാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, എല്ലാ ബഹുവചന രൂപങ്ങളുടെയും കൂടെ ആയിരുന്നു എന്ന അർത്ഥത്തിൽ വെയറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബാക്കി ഐ ഉൾപ്പെടെയുള്ള ഏകവചനങ്ങളിൽ ആയിരുന്നു എന്ന അർത്ഥത്തിൽ വാസാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ വാസ്, വെയർ എന്നീ വാക്കുകളുടെ ഉപയോഗത്തെ പറ്റിയുള്ള ഗ്രമറ്റിക്കൽ സൈഡ് എന്ന് വെച്ചാൽ ഗ്രാമറുമായി ബന്ധപ്പെട്ട വശത്തെ പറ്റിയാണ് പറഞ്ഞ് തരുന്നത്. ഇത് പാസ്റ്റ് ഇൻഡിക്കേറ്റീവ് രൂപത്തിലും പാസ്റ്റ് സബ്ജങ്റ്റീവ് മോഡിലും ഉപയോഗിക്കുന്നു. ടെൻസ് പാസ്റ്റ് ഇൻഡിക്കേറ്റീവ് എന്നാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഓർഡിനറി ഒബ്ജക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ക്വസ്റ്റ്യൻസ്. ഇൻ ദിസ് കേസ് വാസ് ഈസ് യൂസ്ഡ് വിത്ത് ഐ, ഹി, ഷീ, ഇറ്റ് ആൻഡ് വെയർ ഈസ് യൂസ്ഡ് വിത്ത് വി, യു ആൻഡ് ദേ. ഇവിടെ പറയുന്നത് പാസ്റ്റ് ഇൻഡിക്കേറ്റീവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഓർഡിനറി ഒബ്ജക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ്, യാഥാർത്ഥ്യത്തെ പറ്റി പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകളുടെ കൂടെയും അതുപോലെ തന്നെ അത്തരം ക്വസ്റ്റ്യനുകളുടെ കൂടെയും സാങ്കല്പികപരമല്ലാത്ത ചോദ്യങ്ങളുടെ കൂടെയും ഇത് ഉപയോഗിക്കുന്നു. ഇൻ ദിസ് കേസ് വാസ് ഈസ് യൂസ്ഡ് വിത്ത് ഐ, ഹി, ഷീ, ഇറ്റ്. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചതുപോലെ ഐ വാസ്, ഹി വാസ്, ഷീ വാസ്, ഇറ്റ് വാസ് ഇങ്ങനെയുള്ള സാധാരണ ശൈലിയിൽ വാസ് ഉപയോഗിച്ചു വരുന്നു. അതുപോലെ തന്നെ വി വെയർ, യു വെയർ, ദേ വെയർ ഇതിൻ്റെയൊക്കെ കൂടെ വെയറും ഉപയോഗിക്കുന്നു. ഇത് സാധാരണഗതിയിൽ ഇങ്ങനെയാണ് സർവനാമങ്ങളുടെ കൂടെ വാസും വെയറും ഉപയോഗിക്കുന്നത്. എന്നാൽ ഇതിന് വിപരീതമായി പാസ്റ്റ് സബ്ജങ്റ്റീവ് മൂഡ് അഥവാ ആ ടെൻസിൽ വരുന്ന രൂപങ്ങളിൽ വെയറാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ഈ പാസ്റ്റ് സബ്ജങ്റ്റീവ് ടെൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇമേജിനറി, ഡൗട്ട്ഫുൾ, ഹൈപ്പത്തറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് impossible conditions. In this case, where is used with all first, second and third personal pronouns. It is used with if, as though, wish, etc. ഇവിടെ പറയുന്നത് സബ്ജങ്റ്റീവ് പാസ്റ്റ് ടെൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ വരുന്ന കാര്യത്തിൽ പറയുന്നത് ഇവിടെ
സാങ്കല്പികപരമായ ഇമേജിനറി സാങ്കല്പികപരമായതും ഡൗട്ട്ഫുൾ സംശയം നിറഞ്ഞതും ഹൈപ്പത്തറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് അതുപോലെ സങ്കല്പം നിറഞ്ഞ പ്രസ്താവനകളും ആൻഡ് ഇംപോസിബിൾ കണ്ടീഷൻസ് ഒരിക്കലും സാധ്യമല്ലാത്ത സാഹചര്യങ്ങളെയും പറ്റിയൊക്കെ പറയുന്ന വാചകങ്ങളിൽ വാസും വെയറും വന്നാൽ അതിൽ വെയർ വേണം സകല സർവനാമങ്ങളുടെ കൂടെയും. ഇവിടെ പറയുന്നു ഇൻ ദിസ് കേസ് വെയർ ഈസ് യൂസ്ഡ് വിത്ത് ഓൾ ഫസ്റ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് പേഴ്സണൽ പ്രൊനൗൺസ്. 1, 2, 3 എന്നീ ഗ്രൂപ്പുകളായി തിരിച്ചിട്ടുള്ള എല്ലാ വ്യക്തിപരമായ സർവനാമങ്ങളുടെയും കൂടെയും ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇത് വിശദീകരിക്കുന്നുണ്ട് ഞാൻ. എന്താണ് ഫസ്റ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് പേഴ്സണൽ പ്രൊനൗൺസ്? സർവനാമങ്ങളെ അതായത് പ്രൊനൗൺസിനെ പല കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാണ് പേഴ്സണൽ പ്രൊനൗൺസ്, വ്യക്തികളെ പറ്റി പറയുന്ന സർവനാമങ്ങൾ. നമ്മൾ ഇതുവരെ ഉള്ള പാർട്ടുകളിൽ സിംഗുലർ പ്ലൂറൽ എന്ന് രണ്ടായിട്ട് തിരിച്ച് ഐ വി യു ഹി ഷീ ഇറ്റ് ദേ ഇങ്ങനെ പഠിച്ചിട്ടുള്ള സർവനാമങ്ങളാണ് പേഴ്സണൽ പ്രൊനൗൺസ്. ഇതിനെ 3 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. എന്ന് വച്ചാൽ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സംഭാഷണം നടത്തുമ്പോൾ ആദ്യം ഒരാൾ മറ്റൊരാളോട് സംസാരിച്ചു തുടങ്ങും. അങ്ങനെയാണ് നമ്മൾ എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ആരാണോ സംസാരിച്ചു തുടങ്ങുന്നത് അത് ഫസ്റ്റ് പേഴ്സൺ. അപ്പം ഇവിടെ ഉദാഹരണം, ഞാൻ ഇപ്പോൾ നിങ്ങളോട് ഈ ഗ്രാമറിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്നത് ഫസ്റ്റ് പേഴ്സൺ. ഞാൻ ആരോട് പറയുന്നു? നിങ്ങളോടാണ് പറയുന്നത്. അത് സെക്കൻഡ് പേഴ്സൺ. ആരെപ്പറ്റി പറയുന്നുവോ അത് തേർഡ് പേഴ്സൺ. സംസാരിച്ച് തുടങ്ങുന്ന വ്യക്തി ഫസ്റ്റ് പേഴ്സൺ. അതിന് സിംഗുലർ ഉണ്ട്, പ്ലൂറൽ ഫോമും ഉണ്ട്. ഞാൻ എന്നത് ഞങ്ങൾ എന്ന അതിൻ്റെ പ്ലൂറലാണ്. ഞങ്ങൾ നിങ്ങളോട് തേർഡ് പേഴ്സൺസിനെ പറ്റി അവരെ പറ്റി പറയുകയാണ്. അപ്പം ഇവിടെ ശ്രദ്ധിക്കുക, ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് ഐയും വിയുമാണ്. സിംഗുലറും പ്ലൂറലും ഫസ്റ്റ് പേഴ്സൺ ഉണ്ട്, അതുപോലെ എല്ലാത്തിനും ഉണ്ട്. അടുത്ത സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്നത് യു ആണ്. നീയെന്നോ നിങ്ങളെന്നോ അതിനർത്ഥമെടുക്കാം. ഇനി തേർഡ് പേഴ്സൺ എന്ന് പറയുന്നതാണ് ബാക്കിയുള്ള ഹി അവൻ, ഷീ അവൾ, ഇറ്റ് അത്, അതിൻ്റെ ബഹുവചന രൂപമായ ദേ. അങ്ങനെ നമ്മൾ പഠിച്ച പ്രൊനൗൺസിനെ 3 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സണൽ പ്രൊനൗൺസ് എന്നാണ് അതിനെ വിളിക്കുക. എന്ന് പറയുന്നത് ഒരു സംഭാഷണം തുടങ്ങുന്ന വ്യക്തി. സെക്കൻഡ് പേഴ്സണൽ പ്രൊനൗൺസ് എന്ന് പറയുന്നത് ആരോട് ഫസ്റ്റ് പേഴ്സൺ സംസാരിക്കുന്നുവോ അതാണ് സെക്കൻഡ് പേഴ്സണൽ പ്രൊനൗൺസ്. ഇനി തേർഡ് പേഴ്സണൽ പ്രൊനൗൺസ് എന്ന് പറയുന്നത് ആരെ പറ്റി ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സണോട് സംസാരിക്കുന്നുവോ അതാണ് തേർഡ് പേഴ്സണൽ പ്രൊനൗൺസ്. അപ്പോൾ ഇവിടെ പറയുന്നത് എല്ലാ പേഴ്സണൽ പ്രൊനൗൺസിൻ്റെ കൂടെയും ഐ വി യു ഹി ഷീ ഇറ്റ് ദേ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെയും വേറെന്ന വാക്ക് മാത്രമേ പാസ്റ്റ് സബ്ജങ്റ്റീവ് ടെൻസിൽ ഉപയോഗിക്കുകയുള്ളൂ, അല്ലാതെ വാസ് ഉപയോഗിക്കരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഏത് സാഹചര്യത്തിൽ? സാങ്കല്പികമായതും സംശയാസ്പദമായതും അതുപോലെ ഇമ്പോസിബിൾ കണ്ടീഷൻസ് അസാധ്യമായ കാര്യങ്ങളെ പറ്റിയൊക്കെ പറയുമ്പോൾ ആ വാചകങ്ങളിൽ വാസ് അല്ലെങ്കിൽ വെയർ ഉപയോഗിക്കേണ്ട സാഹചര്യമുള്ള വാചകങ്ങളാണെങ്കിൽ വാസ് ഉപയോഗിക്കരുത്, പകരം വേർ എന്ന വാക്ക് ഉപയോഗിക്കണം. ഇതിൻ്റെ ഉദാഹരണ സഹിതമുള്ള സെൻറ്റൻസുകൾ അടുത്ത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെ അടുത്ത് വരുന്ന സെൻറ്റൻസുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളാണ്. അത് നിങ്ങൾക്ക് അറിയാവുന്ന വാക്കുകളും ചിലപ്പോൾ ചിലർക്ക് അറിയാത്ത വാക്കുകളും ഇതിൽ കാണും. ഏതായാലും ഇത് ഒന്ന് മനസ്സിലാക്കിയിട്ട് അപ്പുറത്തോട്ട് കടന്നാൽ ആ വാചകങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ എളുപ്പമായിരിക്കും. ന്യൂ വേർഡ്സ്, പുതിയ വാക്കുകൾ. വെൻ എപ്പോൾ, മീറ്റ് കണ്ടുമുട്ടുക, അത് പ്രസൻറ്റ് ടെൻസ് ആണ്, വർത്തമാനകാല രൂപമാണ്. അതിൻ്റെ പാസ്റ്റ് ടെൻസ് മെറ്റ് കണ്ടുമുട്ടി.
വളരെ ബ്യൂട്ടിഫുൾ മനോഹരമായ, എൻജോയ് ആസ്വദിക്കുക, അവർ ഞങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ, ബെസ്റ്റ് ഏറ്റവും നല്ല, വാക്ക് നടക്കുക, ത്രൂ ദ റോഡിലൂടെ, ഡിസൈൻ രൂപരേഖ തയ്യാറാക്കുക, ആക്ട് അഭിനയിക്കുക, റൈഡ് സവാരി ചെയ്യുക, മാച്ച് മത്സരം, ഹെൽഡ് നടന്ന അല്ലെങ്കിൽ നടത്തിയ, എന്തെങ്കിലും സംഭവങ്ങൾ നടന്നു അല്ലെങ്കിൽ നടത്തി എന്നുള്ളതിനെ പറ്റിയാണ്, നടന്ന അല്ലെങ്കിൽ നടത്തിയ. യെസ്റ്റർഡേ ഇന്നലെ, ക്വൈറ്റ് തികച്ചും, എന്തൂസിയാസ്റ്റിക് ആവേശകരമായ, ഡീപ്ലി അഗാധമായി, വറീഡ് വ്യാകുലപ്പെട്ടു അല്ലെങ്കിൽ ദുഃഖിക്കപ്പെട്ടു, എബൌട്ട് പറ്റി അല്ലെങ്കിൽ കുറിച്ച്, ഏതിനെങ്കിലും പറ്റി അല്ലെങ്കിൽ ഏതിനെങ്കിലും കുറിച്ച്, ഹിസ് അയാളുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവൻ്റെ, ഇൽനെസ് രോഗം. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പാസ്റ്റ് ഇൻഡിക്കേറ്റീവ് ടെൻസിൽ ഉപയോഗിച്ച് നമ്മളിവിടെ കുറേ വാചകങ്ങൾ തയ്യാറാക്കിയിരിക്കുകയാണ്. ഇതാണ് സാധാരണഗതിയിൽ നോർമൽ കേസിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാസോ അല്ലെങ്കിൽ വേറോ ചേർത്ത് ഉപയോഗിക്കുന്ന സാധാരണ സെൻറ്റൻസുകൾ ഈ ശൈലിയിലാണ്. പിന്നെ മാത്രമല്ല, ഇത് സംസാര ഭാഷയിൽ ഈ ശൈലിയാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ പാസ്റ്റ് സബ്ജങ്റ്റീവ് മൂഡ് അല്ലെങ്കിൽ ടെൻസ് എന്ന് പറയുന്ന അടുത്ത് പറയുന്ന വാചകങ്ങൾ ലിറ്ററലിയാണ്, റിട്ടൺ ലാംഗ്വേജിലാണ്, അത് എഴുത്ത് ഭാഷയിലാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് സംസാര ഭാഷയിൽ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്, ഇങ്ങനെ ഉപയോഗിക്കുന്നത് തന്നെയാണ് എളുപ്പവും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കൂ, ഇവിടെ ഞാൻ ചില വാക്കുകൾ കളർ ചെയ്തിട്ടുണ്ട്. നീല നിറം ഉപയോഗിച്ചിരിക്കുന്നത് നാമമോ അല്ലെങ്കിൽ സർവനാമമോ ആണ്. ഏകദേശം റോസ് കളർ ഉപയോഗിച്ച് മാർക്ക് ചെയ്തിരിക്കുന്നത് വാസ് അല്ലെങ്കിൽ വെയർ എന്ന ഓക്സിലറി വെർബ്സ് ആണ്. ഐ വാസ് ഹാപ്പി വെൻ ഐ മെറ്റ് മൈ ഫ്രണ്ട്സ്. ഞാൻ എൻ്റെ കൂട്ടുകാരെ കണ്ടപ്പോൾ വളരെ സന്തോഷവാനായി. ഐ വാസ് ഹാപ്പി, ഞാൻ സന്തോഷവാനായി. വെൻ ഐ മെറ്റ് മൈ ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ കൂട്ടുകാരെ കണ്ടപ്പോൾ. അപ്പോൾ ഇവിടെ ഐ വാസ് ഹാപ്പി എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. അടുത്ത, ദ പീകോക്ക് വാസ് വെരി ബ്യൂട്ടിഫുൾ. ഇവിടെ പീകോക്ക് എന്ന് പറയുന്നത് ഒരു തേർഡ് പേഴ്സൺ നൗണാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു മയിലിനെ പറ്റി പറയുകയാണ്. അപ്പം ഞാൻ നിങ്ങളോട് ആരെപ്പറ്റി പറയുന്നുവോ അത് തേർഡ് പേഴ്സണാണ്. അപ്പോൾ പീകോക്ക് തേർഡ് പേഴ്സണാണ്. ദ പീകോക്ക് വാസ് വെരി ബ്യൂട്ടിഫുൾ. ആ ആൺമയിൽ വളരെ മനോഹരമായിരുന്നു. അടുത്ത്, ദേ വെയർ എൻജോയിങ് ദ ഗെയിം. അവർ കളി ആസ്വദിക്കുകയായിരുന്നു. യു വെയർ അവർ ബെസ്റ്റ് ഫ്രണ്ട്സ്. നിങ്ങൾ ഞങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളായിരുന്നു. എല്ലാം ആയിരുന്നു, കഴിഞ്ഞ കാലത്തിൽ എന്തോ ആയിരുന്നു എന്നുള്ള അർത്ഥമാണ്. നമ്മൾ ഈ സംസാരിക്കുന്നതിന് തൊട്ട് മുമ്പോ അതല്ലെങ്കിൽ ഒത്തിരി കാലത്തിന് മുമ്പോ ആവാം. ജസ്റ്റ് ബിഫോർ വി ടോക്ക് അബൌട്ട് ഓർ എ ലോങ് പീരീഡ് എഗോ, അതാണ് അതിൻ്റെ അർത്ഥം. വി വെയർ വാക്കിംഗ് ത്രൂ ദ റോഡ്. ഞങ്ങൾ റോഡിലൂടെ നടക്കുകയായിരുന്നു. ദേ വെയർ പ്ലേയിങ് ക്രിക്കറ്റ്. അവർ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. ഷീ വാസ് ഡിസൈനിങ് എ വെബ്സൈറ്റ്. അവൾ ഒരു വെബ്സൈറ്റ് രൂപകൽപ്പന ചെയ്യുകയായിരുന്നു. ദേ വെയർ ആക്ടിങ് ഇൻ എ മൂവി. അവർ ഒരു സിനിമയിൽ അഭിനയിക്കുകയായിരുന്നു. ഹി വാസ് റൈഡിങ് എ ബൈസിക്കിൾ. അവൻ ഒരു സൈക്കിൾ ഓടിക്കുകയായിരുന്നു അല്ലെങ്കിൽ സൈക്കിളിൽ സവാരി ചെയ്യുകയായിരുന്നു. ദ മാച്ച് ഹെൽഡ് യെസ്റ്റർഡേ വാസ് ക്വൈറ്റ് എന്തൂസിയാസ്റ്റിക്. ഇന്നലെ നടന്ന അല്ലെങ്കിൽ നടത്തപ്പെട്ട മത്സരം വളരെ ആവേശകരമായിരുന്നു. ഇവിടെ മാച്ചും തേർഡ് പേഴ്സൺ സിംഗുലറാണ്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. തേർഡ് പേഴ്സൺ, ഞാൻ നിങ്ങളോട് ആരെപ്പറ്റി പറയുന്നു? മാച്ചിനെ പറ്റി പറയുന്നു. അപ്പോൾ മാച്ച് എന്നത് തേർഡ് പേഴ്സൺ ആണ്. അപ്പോൾ പിന്നെ അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് തിരിച്ചറിയുന്നത് അത് നാമം കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണ്, എണ്ണാൻ കഴിയുന്ന നാമമാണോ എണ്ണാൻ കഴിയാത്ത നാമമാണോ. നമ്മൾ മത്സരം, ഒരു മത്സരം, രണ്ട് മത്സരം എന്നൊക്കെ പറയില്ല. അപ്പോൾ എണ്ണാൻ കഴിയുന്നതാണ്. എണ്ണാൻ കഴിയുന്നതിന്
പ്ലൂറലുണ്ട്, എണ്ണാൻ കഴിയാത്ത അൺകൗണ്ടബിൾ നൗൺസിന് പ്ലൂറലില്ല. ഇതൊക്കെ ഗ്രാമർ സൈഡുകളാണ്. ദ മാച്ച് ഹെൽഡ് യെസ്റ്റർഡേ വാസ് ക്വൈറ്റ് എൻതൂസിയാസ്റ്റിക്. ഇന്നലെ നടന്ന മത്സരം അല്ലെങ്കിൽ ഇന്നലെ നടത്തപ്പെട്ട മത്സരം വളരെ ആവേശകരമായിരുന്നു. ഐ വാസ് ഡീപ്ലി വറീഡ് അബൌട്ട് ഹിസ് ഇൽനെസ്. അവൻ്റെ രോഗത്തെപ്പറ്റി ഞാൻ വളരെയധികം വ്യാകുലപ്പെടുകയുണ്ടായി. അപ്പം ഇവിടെ വാസ്, വേർ എന്നിങ്ങനെ രണ്ട് വാക്കുകൾ ഏതേത് സർവനാമങ്ങളുടെ കൂടെയും നാമങ്ങളുടെ കൂടെയും ഉപയോഗിച്ചിരിക്കുന്നു എന്നത് ആ കളർ ഷെയ്ഡ് നോക്കി നിങ്ങൾ മനസ്സിലാക്കുക. ഇത് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ശൈലിയാണ്. അതിനെ പാസ്റ്റ് ഇൻഡിക്കേറ്റീവ് ടെൻസ് എന്നാണ് ഇവിടെ അതിനെ ഉദ്ദേശിച്ചിരിക്കുന്നത്. പാസ്റ്റ് ഇൻഡിക്കേറ്റീവ് മൂഡിലുള്ള, മൂടെന്ന് വെച്ചാൽ ഒരു ക്രിയ, അതിൻ്റെ ആക്ഷൻ എപ്രകാരം ആ ക്രിയയെ നിർവചിക്കുന്നു എന്ന് വെച്ചാൽ ഏത് രീതിയിൽ, റിക്വസ്റ്റാണോ, കൽപ്പനയാണോ, പിന്നെ സജഷനാണോ, ഇങ്ങനെയൊക്കെ ഒരു വാക്ക് തന്നെ പല മീനിങ്സ് തരും. അപ്പോൾ ആ വാക്കുകളുടെ ആ അർത്ഥ വ്യത്യാസത്തെയാണ് നമ്മൾ മൂഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ പാസ്റ്റ് ഇൻഡിക്കേറ്റീവ് മൂഡിലുള്ള വാക്കുകൾ നമ്മളിവിടെ ഉപയോഗിച്ചിട്ട് അത് ടെൻസ് ഉണ്ടാക്കിയിരിക്കുന്നു. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അടുത്തത് ടെൻസ് പാസ്റ്റ് സബ്ജങ്റ്റീവ്. നമ്മൾ നേരത്തെ പറഞ്ഞു, സന്ദേഹങ്ങൾ അല്ലെങ്കിൽ സംശയകരമായത്, ഇമേജിനറി ആയിട്ടുള്ളത്, ഇമ്പോസിബിൾ ആയിട്ടുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, സാങ്കല്പികമായ കാര്യങ്ങളും അസാധ്യമായ കാര്യങ്ങളും മറ്റും പറയുമ്പോൾ അപ്പോൾ എല്ലാ സർവനാമങ്ങളുടെ കൂടെയും ഫസ്റ്റ് പേഴ്സൺ ആകട്ടെ, സെക്കൻഡ് പേഴ്സൺ ആകട്ടെ, തേർഡ് പേഴ്സൺ ആകട്ടെ, ഏത് സർവനാമങ്ങളുടെ കൂടെയും വേർ മാത്രമേ ഉപയോഗിക്കാവൂ, വാസ് ഉപയോഗിക്കരുത്. അതാണ് ഇതിലെ തിയറി. ഇവിടെ അതിൻ്റെ ഉദാഹരണം, ഐ വിഷ്, ഞാൻ ആഗ്രഹിക്കുന്നു, ഐ വെയർ സ്ട്രോങ്ങർ ദാൻ മനു, മനുവിനേക്കാളും എനിക്ക് ശക്തി ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. അത് സങ്കല്പം, അവൻ്റെ ആശയാണ്. ഷീ ഫെൽറ്റ് ആസ് ഇഫ് ഷീ വെയർ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വുമൻ ഇൻ ദ വേൾഡ്. ഷീ ഫെൽറ്റ്, അവൾക്ക് തോന്നി. ഫീൽ എന്നാൽ തോന്നുക, അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഫെൽറ്റ്, തോന്നി. ഷീ ഫെൽറ്റ്, അവൾക്ക് തോന്നി. എന്ത് തോന്നി? ആസിഫ്. ആസിഫ് എന്ന് വെച്ചാൽ ലൈക്ക് ആസ് എന്നതാണ് ഇംഗ്ലീഷിൻ്റെ അതിൻ്റെ സമാനമായ വാക്ക്. മലയാളത്തിൽ പറഞ്ഞാൽ എന്ന പോലെ. ആസിഫ് എന്ന പോലെ. എങ്ങനെ എന്ന പോലെ? ഷീ വെയർ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വുമൻ ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീ അവളായിരുന്നു എന്ന് അവൾക്ക് തോന്നി. എന്ന പോലെ അവൾക്ക് തോന്നി. ഷീ ഫെൽറ്റ് ആസ് ഇഫ് ഷീ വെയർ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വുമൻ ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ മനോഹരിയായ സ്ത്രീ അവളായിരിക്കുന്നു അല്ലെങ്കിൽ അവളായിരുന്നു എന്നൊരു തോന്നൽ, എന്ന പോലെ അവൾക്കൊരു തോന്നലുണ്ടായി എന്ന് അർത്ഥം. ഷീ ഫെൽറ്റ് ആസ് ഇഫ് ഷീ വെയർ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വുമൻ ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീ അവളായിരുന്നു എന്ന പോലെ അവൾക്ക് തോന്നി എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്ത്, ഇഫ് ഐ വെയർ യു ഐ വുഡ് ഡിഫീറ്റ് ഹിം. ഇഫ് ഐ വെയർ യു, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ, ഐ വുഡ് ഡിഫീറ്റ് ഹിം, ഞാൻ അവനെ തോൽപ്പിക്കുമായിരുന്നു. ഇതെല്ലാം സങ്കല്പങ്ങളാണ്. അടുത്ത് നോക്കൂ, ഹീ ലുക്ഡ് ആസ് ഇഫ് ഹീ വെയർ വിയറിങ് എ ഹൈലി കോസ്റ്റ്ലി ഡ്രസ്. വളരെ വിലപിടിപ്പുള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നത് പോലെ അവൻ കാണപ്പെട്ടു. ഹീ ലുക്ഡ്, അവൻ കാണപ്പെട്ടു. ആസിഫ് എന്ന പോലെ. ഹീ വെയർ വിയറിങ് എ ഹൈലി കോസ്റ്റ്ലി ഡ്രസ്, വളരെ വിലപിടിപ്പുള്ള വസ്ത്രം അവൻ ധരിച്ചിരിക്കുകയായിരുന്നു എന്ന പോലെ അവൻ കാണപ്പെട്ടു. ഹി വുഡ് ഹാവ് ഹെൽപ്ഡ് യു ഇഫ് ഹി വെയർ ദെയർ. ഹി വുഡ് ഹാവ് ഹെൽപ്ഡ് യു, അവൻ നിങ്ങളെ സഹായിക്കുമായിരുന്നു. ഇഫ് ഹി വെയർ ദെയർ, അവൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ. ഇതൊക്കെ സാങ്കല്പികമാണ്. അവൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ നിങ്ങളെ സഹായിക്കുമായിരുന്നു. ഇതെല്ലാം സാങ്കല്പികം, ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ. ഹി ആക്റ്റഡ് ആസ് ഇഫ് ഹി വെയർ എ സെലിബ്രിറ്റി. ഒരു സെലിബ്രിറ്റിയെ പോലെ
ഒരു സെലിബ്രിറ്റി ആയിരുന്നു, അവൻ ഒരു സെലിബ്രിറ്റി ആയിരുന്നു. ഹി വെയർ എ സെലിബ്രിറ്റി, അവൻ ഒരു സെലിബ്രിറ്റി ആയിരുന്നു എന്ന പോലെ ഹി ആക്റ്റഡ്, അവൻ അഭിനയിച്ചു. ഹി ആക്റ്റഡ്, അവൻ അഭിനയിച്ചു. ആസിഫ് എന്ന പോലെ ഹി വെയർ എ സെലിബ്രിറ്റി, അവൻ ഒരു സെലിബ്രിറ്റി ആയിരുന്നു. അപ്പോൾ അർത്ഥം എടുക്കുമ്പോൾ അവൻ ഒരു സെലിബ്രിറ്റി ആയിരുന്നത് പോലെ എന്നതുപോലെ ഹി ആക്റ്റഡ്, അവൻ ആക്ട് ചെയ്തു, അഭിനയിച്ചു. നെക്സ്റ്റ്, ഐ വിഷ് ഐ വെയർ ഇൻ മോസ്കോ റൈറ്റ് നൗ. ഞാൻ ആഗ്രഹിക്കുന്നു, വിഷ് പ്രസന്റ് ടെൻസ് ആണ്, അതാണ് ആഗ്രഹിക്കുന്നു. ആഗ്രഹിച്ചു എന്ന് പറയണമെങ്കിൽ ഐ വിഷ്ഡ് എന്ന് പറയണം. ഐ വിഷ്, ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വെയർ ഇൻ മോസ്കോ റൈറ്റ് നൗ, ഈ പറയുന്ന ഈ നിമിഷത്തിൽ ഞാൻ മോസ്കോയിലായിരുന്നു എങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. ഹി ഫെൽറ്റ് ആസ് ദോ ഹി വെയർ വാക്കിംഗ് ഇൻ ദ ഹെവൻ. ആസ്ദോയും ആസിഫും ഏകദേശം സെയിം അർത്ഥമാണ്. എന്ന പോലെ ഇവ പരസ്പരം മാറ്റി ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതാവുന്ന വാക്കുകളുമാണ്. എന്ന് വെച്ചാൽ ആസിഫ് എന്നിടത്ത് ആസ്ദോ ചേർക്കാവുന്നതാണ്. പക്ഷെ കോമൺ ആയിട്ട് സാധാരണ ആസിഫ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ആസ്ദോ അപൂർവമായിട്ട് ഇങ്ങനെ ഉപയോഗിച്ച് കാണാറുള്ളൂ. പക്ഷെ അർത്ഥം രണ്ടും സെയിം തന്നെയാണ്. അത് ഇൻ്റർചേഞ്ചിബിൾ വാക്കുകളുമാണ്. എന്ന് വെച്ചാൽ ഒന്നിന് പകരം മറ്റൊരു വാക്ക് സെയിം അർത്ഥത്തിൽ ഉപയോഗിക്കാവുന്നതുമാണ്. ഹി ഫെൽറ്റ് ആസ് ദോ ഹി വെർ വാക്കിംഗ് ഇൻ ദ ഹെവൻ. സ്വർഗത്തിലൂടെ നടക്കുകയായിരുന്നു എന്ന പോലെ ഹി ഫെൽറ്റ്, അവന് തോന്നി. അവൻ സ്വർഗത്തിലൂടെ നടക്കുകയായിരുന്നുവെന്ന് അവന് തോന്നി എന്നർത്ഥം. ഇഫ് ഐ വെയർ എ ഫിഷ് ഐ വുഡ് സ്വിം അവേ. ഞാനൊരു മീനായിരുന്നെങ്കിൽ, ഇഫ് ഐ വെയർ എ ഫിഷ്, ഞാനൊരു മീനായിരുന്നെങ്കിൽ, ഐ വുഡ് സ്വിം അവേ, ഞാൻ ദൂരേക്ക് നീന്തി പോകുമായിരുന്നു. സാങ്കല്പിക സെൻറ്റൻസ് ആണ്, ഇമാജിനറി സെൻറ്റൻസ് ആണ്. ഷീ വുഡ് ഹാവ് ഗോൺ ഫോർ എ മൂവി, അവൾ ഒരു സിനിമയ്ക്ക് പോകുമായിരുന്നു. സാങ്കല്പികം. ഇഫ് ഷീ വെയർ ഇൻവൈറ്റഡ് ബൈ ഹെർ ഫ്രണ്ട്സ്, അവളുടെ കൂട്ടുകാർ അവളെ ക്ഷണിച്ചിരുന്നെങ്കിൽ. അടുത്ത്, ഇഫ് ഐ വെയർ ദെയർ ഐ വുഡ് ഹെൽപ്പ് ദം. ഞാൻ അവിടെ ആയിരുന്നെങ്കിൽ, ഇഫ് ഐ വെയർ ദെയർ, ഞാൻ അവിടെ ആയിരുന്നെങ്കിൽ, ഐ വുഡ് ഹെൽപ്പ് ദം, ഞാൻ അവരെ സഹായിക്കുമായിരുന്നു. ഇതെല്ലാം നമ്മൾ ഇമാജിൻ ചെയ്യുന്ന കാര്യങ്ങളാണ്, ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഇവിടെയൊക്കെ പറയുന്നത്. അടുത്ത്, ഷീ ഡൗട്ട്സ്, അവൾ സംശയം പ്രകടിപ്പിച്ചു. ദാറ്റ് ഷീ വെയർ റെഡി ഫോർ ദ റേസ്. റേസ് എന്ന് വെച്ചാൽ മത്സരയോട്ടത്തിൽ അവൾ തയ്യാറായിരുന്നു എന്ന കാര്യത്തിൽ അവൾക്ക് സംശയമുണ്ടായിരുന്നു. ഇവിടെ ഡൗട്ട് വന്നതുകൊണ്ടാണ് വെയർ ചേർത്തത്. നമ്മൾ നേരത്തെ പാസ്റ്റ് സബ്ജങ്റ്റീവ് അങ്ങനെയൊക്കെ ഉപയോഗിക്കണമെന്നുള്ള സാഹചര്യം വിശദീകരിച്ചപ്പോൾ, തൊട്ട് മുമ്പ് വിശദീകരിച്ചപ്പോൾ ഡൗട്ട്ഫുൾ സെൻറ്റൻസിലും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഉദാഹരണമാണ് ഷീ ഡൗട്ട്സ് ദാറ്റ് ഷീ വെർ റെഡി ഫോർ ദ റേസ്. ഓട്ട മത്സരത്തിന് അവൾ തയ്യാറായിരുന്നു എന്ന കാര്യത്തിൽ അവൾക്ക് സംശയമുണ്ടായിരുന്നു. ഐ ഫെൽറ്റ് ആസ് ദോ ഐ വെർ ഈറ്റിംഗ് ഫയർ. ഞാൻ തീ തിന്നുകയായിരുന്നു എന്ന പോലെ ഐ ഫെൽറ്റ്, എനിക്ക് തോന്നി ഞാൻ തീ തിന്നുകയായിരുന്നു എന്ന പോലെ. എന്ന് വെച്ചാൽ ഞാൻ തീ തിന്നതുപോലെ എനിക്ക് തോന്നിയെന്ന് നമ്മൾ സാധാരണ ശൈലിയിൽ പറയാറുണ്ട്. ഐ ഫെൽറ്റ് ആസ് ദോ ഐ വെയർ ഈറ്റിംഗ് ഫയർ. ഞാൻ തീ തിന്നുകയായിരുന്നു എന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഇവിടെ പറഞ്ഞ ഈ സബ്ജങ്റ്റീവ് ടെൻസിലുള്ള വാക്കുകൾ സാധാരണഗതിയിൽ റിട്ടൺ ലാംഗ്വേജിലാണ്, എഴുത്തു ഭാഷയിലാണ് കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നത്. സംസാര ഭാഷയിൽ അഥവാ ഇൻഫോർമൽ അഥവാ കൊളോക്കിയൽ ലാംഗ്വേജിൽ നമ്മൾ നേരത്തെ പഠിച്ച ഇൻഡിക്കേറ്റീവ് ടെൻസാണ്, പാസ്റ്റ് ഇൻഡിക്കേറ്റീവാണ് ഉപയോഗിച്ച് വരുന്നത്. അതാണ് നോർമലായിട്ട് കോമൺ ആയിട്ട് എല്ലായിടത്തും